നമസ്കാരം. ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് കേരള PSC സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. ബാർ ലൈസൻസ് നേടാനായി ഒരാൾ അടക്കേണ്ട ഫീസ് എത്രയാണ്? 35 ലക്ഷം. കല്ലുവാതുക്കൽ വിഷമത്യ ദുരന്തം നടന്ന വർഷം 2000. അബ്കാരി ആക്ടിലെ സെക്ഷൻ 10 പ്രതിപാദിക്കുന്നത് മദ്യമോ ലഹരി മരുന്നോ കടത്താൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ. ലഹരിമരുന്നുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം അഥർവവേദം. മീഡിയ ആക്ട് പ്രകാരം ഏതു സമയത്തിന്റെ ഇടയിലാണ് മദ്യവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ സംപ്രേഷണം ചെയ്യാൻ പാടില്ലാത്തത്? രാവിലെ 6 മണിക്കും രാത്രി 9 മണിക്കും ഇടയിൽ. ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഗഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? കനാബിനോളിക് ആസിഡ്. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതി നേർവഴി. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് NDPS ഭേദഗതി ബിൽ 2014 ലോക്സഭ പാസാക്കിയത് എന്ന്. 2014 ഫെബ്രുവരി 20. ഒരു എക്സൈസ് റേഞ്ചിന്റെ പൂർണ്ണ അധികാരമുള്ള ഏറ്റവും താഴ്ന്ന റേഞ്ചിലെ ഉദ്യോഗസ്ഥൻ എക്സൈസ് ഇൻസ്പെക്ടർ. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കലക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യാനുള്ള ലൈസൻസിനായി നൽകേണ്ട ഫോറം 4E. ഫോറം 4E കാലാവധി 6 മാസം. വൈപ്പിൻ വിഷമത്യ ദുരന്തം നടന്ന വർഷം 1982. കേരള ബ്രൂവറി റൂൾസ് നിലവിൽ വന്ന വർഷം 1967. കേരള ലിക്വർ ട്രാൻസിറ്റ് റൂൾസ് നിലവിൽ വന്ന വർഷം 1975. കേരളത്തിൽ എവിടെയൊക്കെയാണ് NDPS കോടതികൾ നിലവിലുള്ളത്? വടകര, തൊടുപുഴ. മയക്കുമരുന്ന് കേസുകളിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുന്നത് NDPS ആക്ടിലെ ഏതു വകുപ്പ് പ്രകാരമാണ്? 31E. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് NDPS ആക്ട് പ്രകാരം വധശിക്ഷ നൽകുന്നത്? 19, 24, 27 വകുപ്പുകളും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസുകളിൽപ്പെട്ട വകുപ്പുകൾക്കും. കൊക്കൈൻ ചെടിയുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈലം കൊക്ക. മദ്യമോ ലഹരിമരുന്നോ ഇറക്കുമതി ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന സെക്ഷൻ അബ്കാരി ആക്ട് സെക്ഷൻ 6. അബ്കാരി ആക്ടിൽ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏത്? 3(11). അബ്കാരി നിയമത്തിൽ മദ്യം എന്ന് പരാമർശിച്ചിട്ടുള്ളത് എന്തിനെയാണ്? ഈഥൈൽ ആൽക്കഹോളിനെ.
കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിന് വിദേശമദ്യം ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിരിക്കുന്നത്? കേരള സ്റ്റേറ്റ് ബവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്നു മുതൽ? 1985 നവംബർ 14. കേരളത്തിൽ മദ്യം വിൽക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം? 23 വയസ്സ്. എയിൽ, സ്റ്റുഡ്, പോർട്ടർ എന്നിവ എന്തിന് ഉദാഹരണമാണ്? ബിയർ. അബ്കാരി ഓഫീസർമാരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയാൽ അബ്കാരി നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരം കേസ് ചാർജ് ചെയ്യാം? സെക്ഷൻ 33(2). ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മദിനവും സമാധിദിനവുമാണ് കേരളത്തിൽ ഡ്രൈ ഡേ ആയി കണക്കാക്കുന്നത്? ശ്രീനാരായണ ഗുരു. പോപ്പി ചെടിയുടെ ശാസ്ത്രീയ നാമം? പപ്പാവേർ സോംനിഫെറം.